ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഫുഡി ക്രഷിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ വീഡിയോസൊന്നും എടുത്തില്ല, ഇത്തിരി ബിസി ആയിപ്പോയി, പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ വീഡിയോസും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ സ്വാഗതം. ഹായ്. അപ്പോൾ രാവിലെ ഇതേ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞു. ഇതേ അമ്മ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നെന്താ അമ്മേ? ഓക്കെ, ദോശയും തക്കാളി ചട്നിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. പള്ളിയിൽ പോയി ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് രാവിലെ പോകുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ഷെൽഫാണ്. ഇല്ലാമ അത് ഇട്ടില്ലല്ലോ, 3 റാക്കിൻ്റെ ഷെൽഫ്. പിന്നെ പൊക്കത്തൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അമ്മയുടെ കലാപരിപാടികൾ. അതുപോലെ തന്നെ ഞാൻ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് വി ഗാർഡിൻ്റെ ഇഞ്ചക്ഷൻ കുക്കറാണ്. എന്താണ് ഇപ്പം അറിയാലോ, യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് ഗ്യാസിന് ഭയങ്കര ഇതാണ്, നഷ്ടമാണ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഗ്യാസൊന്നും ഇല്ല കിട്ടാൻ. അതുകൊണ്ട് ഇന്നലെ തന്നെ പോയി ഒരു ഇഞ്ചക്ഷൻ കുക്കർ വാങ്ങിച്ചു. 3 സംതിങ്ങിനാണ്, 3,300 എന്തോ ആണ് വാങ്ങിയത്. ആക്ച്വൽ റേറ്റ് വരുന്നത് 6290 ആണ്. 6290 ആണ് ആക്ച്വൽ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. മൾട്ടിപ്പിൾ കുക്കിംഗ് മോഡ്സ്, 1 ഇയർ വാറൻറ്റി, അതുപോലെ തന്നെ ഫ്രീ BBQ ഗ്രിൽ ഇൻസൈഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ യൂസ്ഫുള്ളായിരിക്കും, പെട്ടെന്ന് ബെനിഫിറ്റ് ആവുന്നൊരു സാധനം കൂടിയാണ്. പിന്നെ കറണ്ട് കാശ് നല്ലോണം ആവും. സോളാർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. രാവിലെ ഇതിപ്പോൾ എല്ലാവരും കഴിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പം മിക്കവരും കഴിക്കാറുണ്ട്. മുന്തിരി സോക്ക് ചെയ്ത് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ അത് കഴിക്കാറുണ്ട്. പിന്നെ അമ്മ അതേ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അപ്പോൾ അതേ രാവിലെ അപ്പൻ പാല് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ അതമ്മ അതേ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പാല്. പിന്നെ അമ്മ ഒരു പാത്രം ചായ ഇട്ടു. പിന്നെ അതേ ഇത് ഉറയിടാൻ വേണ്ടി തൈര് ഉറയിടാൻ വേണ്ടി മാറ്റി വെച്ചേക്കണേ, തൈരാക്കാൻ. അപ്പം ചായ റെഡിയായി. ഇതേ ചായ കുടിക്കുകയാണ്. എൻ്റെയും കപ്പ് ഓഫ് ടീ ഇവിടെ ഇരിക്കുന്നുണ്ട്. എക്കോ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണേ. എക്കോ 8 മണിക്കാണ് ഫുഡ് കൊടുക്കാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പള്ളിയിൽ പോണതുകൊണ്ട് 8:30 ഒക്കെ ആവുന്നുണ്ട് ഫുഡ് റെഡിയാവാൻ. സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ, അല്ലേ? അങ്ങനെ ഇനി ഞങ്ങൾക്ക് ഇന്ന് ബീബിയുടെ ഇഫ്താർ മീറ്റ് ഉണ്ട്. ബീബിയുടെ ഇഫ്താർ മീറ്റ് ഇന്ന് 4:30ക്കാണ്. അപ്പോൾ ഞാനത് പറ്റുവാണെങ്കിൽ ക്ലിപ്സൊക്കെ എടുത്ത് കാണിക്കാം കേട്ടോ. ഞങ്ങൾ BBA 3rd ഇയേഴ്സ് മാത്രം ടീച്ചേഴ്സും തമ്മിലുള്ളൊരു ഇഫ്താർ മീറ്റ്, ഒരു നോമ്പ് തുറ ഇന്ന് വൈകിട്ടുണ്ടാവും. പിന്നെ രാവിലെ ഇനി ചെടിയൊക്കെ നനയ്ക്കാനുണ്ട്. അമ്മ ദോശയും ചട്നി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെടിയൊക്കെ നനയ്ക്കണം. ഇതിൽ കിളിയൊന്നുമില്ല കേട്ടോ, കിളികളെല്ലാം ചത്തുപോയി. പിന്നെ 2 കോഴീനെ വാങ്ങിച്ചിട്ടായിരുന്നു, അതും ചത്തുപോയി. അങ്ങനെ കിളീനൊക്കെ വാങ്ങിച്ചിടണം. പിന്നെ ചെടി നനയ്ക്കാനുണ്ട്, കുറേ ചെടികൾ നനയ്ക്കാനുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവക്കാഡോയുടെ ട്രീ ആണ് കേട്ടോ, അവക്കാഡോ. പിന്നെ ഒരു വാഴ നിൽക്കുന്നുണ്ട്. ഇത് സീതാപ്പഴത്തിൻ്റെ മരം. പിന്നെ വേപ്പില നിൽക്കുന്നുണ്ട്, വേപ്പിൻ്റെ മരം. പിന്നെ മാവ്, പുറകിൽ മാവ് നിൽപ്പുണ്ട്, വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ചൈന ഡോളിൻ്റെ പ്ലാന്റ് ആണ്. ഞാൻ ഇൻഡോറിൽ വെച്ചേച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ലീഫ് കൊഴിഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും ഞാൻ പുറത്ത് വെച്ചപ്പോഴേക്കും നല്ലോണം പിന്നെ പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങി. പിന്നെ നല്ല ഗ്രോത്ത് കിട്ടി തുടങ്ങി കേട്ടോ. ദോശയും ചമ്മന്തിയായി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ദോശയും ചമ്മന്തിയും കഴിക്കുവാണെങ്കിൽ ഞാനും അമ്മയും കൂടി. തക്കാളി ചമ്മന്തി ഞങ്ങളെങ്ങനെ ഉണ്ടാക്കിയെന്ന് അമ്മ പറയൂ കേട്ടോ, പറഞ്ഞു. തക്കാളി ചമ്മന്തി ഞങ്ങൾ 2 ദിവസം മറ്റേ തേങ്ങ അരച്ച ചമ്മന്തി ഉണ്ടാക്കിയാൽ മടുപ്പായിട്ട് ഇന്ന് ദോശയ്ക്ക് തക്കാളി ചമ്മന്തി ആക്കാമെന്ന് ഓർത്തു. അത് കുറേ 3-4 തക്കാളി എടുത്ത് കഴുകി അരിഞ്ഞെടുത്തിട്ട് ഒരു 2 സവാള അല്ലെങ്കിൽ ഒരു സവാള എടുത്ത്, 2 സവാള ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. 2 സവാളയും കൂടി അരിഞ്ഞിട്ട് വഴറ്റണം. വഴറ്റി ഒരുമാതിരി ആയിക്കുമ്പോൾ തക്കാളി ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ മുളക് പൊടി, 3-4 തക്കാളിക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും, അല്ലെങ്കിൽ ഇടിമുളക് ഉണ്ടെങ്കിൽ ഇടിമുളക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വറ്റൽ മുളക് ഇട്ടാൽ മതി. എന്നിട്ട് വഴറ്റിയിട്ട്
കുറച്ചൊരു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ഇട്ട് അതും കൂടി ചൂടാക്കിയിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ച് എടുത്ത് ദോശയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചമ്മന്തിയായി. ഇഡലിക്കും കഴിക്കാം, ചോറിനും വേണമെങ്കിൽ കഴിക്കാം, ചപ്പാത്തിക്കും കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കണേ. ആഴ്ചയിൽ ഒരു ദിവസം ആര്യവേപ്പും കാണാൻ പറ്റുന്നുണ്ട്, കറ്റാർ വാഴയൊക്കെ ഇട്ട് കുളിപ്പിക്കും. നല്ല സുഖം. കുളിപ്പിച്ച് കഴിയുമ്പോൾ അവളൊന്ന് കിടന്നുറങ്ങും. ഉറങ്ങും. നിന്ന് തരും ആളിങ്ങനെ പാവത്താനെ പോലെ. പക്ഷെ കുളിപ്പിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓട്ടം ഉണ്ട്. കട്ടിലിന്റെ അടിയിൽ പോയി പങ്ങിയിരിക്കും, പോയി ഒളിച്ചിരിക്കും കേട്ടോ. അതൊക്കെയാണ് ഇപ്പോഴത്തെ കുസൃതികൾ അല്ലേ? തലയിൽ വെള്ളം താഴാതെ കൊച്ചു കാഴ്ചയൊക്കെ കാണണേ. ഓഫായിട്ടില്ലല്ലോ. ബായ് ഇതിലെ പോ കൊണ്ടുപോണേ നടക്കെ തന്നെയുള്ളൂ. എക്കോനെ കുളിപ്പിക്കണതും ചെറിയ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും. അപ്പോൾ ഇനിയും വീഡിയോ കുറേ ഇടാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ ബൈ.